അവർ പറയുന്നുണ്ട്. പടച്ചോനെ, നല്ല ദീനിയായ കുട്ടി, നല്ല അസല് മുഞ്ചത്തി, ഓൻ്റെ സെലക്ഷൻ സൂപ്പർ. ഇനിയിപ്പോൾ അളിയൻ നടത്തിയില്ലെങ്കിൽ നമ്മൾ നടത്തി തരൂലേ? അതെന്താ ഓളെ കയ്യിലിരിക്കുന്ന തസ്ബീലൊരു കുരിശ്? മാമ അത് അവൾ ക്രിസ്ത്യനാണ്. എന്താ? ഓള് ക്രിസ്ത്യാനിയാ മാമ. ഇത് നടക്കൂല. നീ അളിയൻ സമ്മതിച്ചാലും നമ്മൾ സമ്മതിക്കൂല. അല്ല മാമ, പക്ഷേ ഈ വണ്ടി നമ്മള് കലാകാരന്മാർ ഒരക്കട മൂട്. പോളെ അനക്കെങ്കിലും ഇച്ചിരി വകതിരി കൊണ്ടെന്നാ നമ്മൾ കരുതിയത്. ഈ എന്തിനാ ഇപ്പൊ ഇതിന് കൂട്ടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒലക്കട മൂട്. ആസിഫ്, ഈ ഓളെ എവിടെന്ന് വെച്ചാൽ കൊണ്ടാക്കിട്ട് വീട്ടിലേക്ക് വാ. എല്ലാരും കാണാ. ബാബാനെ കാണാൻ പോയിട്ട് എന്തായി? വീട്ടിൽ കയറാന്ന്. പക്ഷെ അതാ മതം മാറണമെന്ന്. എന്നിട്ട് ആസിഫ് എന്ത് പറഞ്ഞു? ഞാൻ ഓളെയാണ് സ്നേഹിച്ചത്, അല്ലാണ്ട് ഓള് ജനിച്ച മതം നോക്കിയിട്ടല്ല. ഓളം മതം മാറ്റിലെന്തായാലും നടക്കൂലാപ്പാ. ശരി, എന്നാ പിന്നെ ഈ എന്താ വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യും. എന്നിട്ട് പാപ്പാനും ഉമ്മാനങ്ങ് മറന്നേക്ക്. ഒന്നേ ഞാൻ ആ പെങ്കൊച്ചി നിന്നോണ്ട് ചോദിക്കാഞ്ഞാ എന്താ അതിൻ്റെ പ്ലാൻ? ഇങ്ങനെ എവിടം വരെ പോവും? നിന്റെ കൂട്ടുകാരില്ലേ, അവന്മാർക്കില്ലേ വീടും കുടുംബമൊക്കെ? നീ ഒന്ന് ഓർത്ത് നോക്ക്. എല്ലാവരും നിങ്ങളോട് എത്ര ദിവസം ഓടും? എവിടം വരെ ഓടും? എടാ, എന്ത് പരിപാടിയാണ് ഇത്? ഇനി അത് പോട്ടെ. ഇപ്പൊ എങ്ങോട്ടാ പോകണ്ടെന്നെങ്കിലും നിനക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? പറ. മറിയാവാ. എന്താ എന്തു പറ്റി? ഞങ്ങൾ ആർക്കും ഇനി ശല്യാവണ. ഞങ്ങളെ വിട്. എവിടെ പോയി ജീവിക്കാനാ? എന്തിനാ നീ പോരുന്നോടെ പറ. എടാ, ഇവിടെ നേരത്തെ ബസ് സ്റ്റോപ്പ് പോലെ പോകാനുള്ള വണ്ടി കാശുണ്ടോ നിന്റെ? നീ എവിടെന്ന് വെച്ചാ പോ. നിന്നൊക്കെ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്നെ നോക്കിയിരിക്കണ കേറെ, നിനക്ക് വീട്ടിൽ കൊണ്ടുവന്നാക്കാം. അവരെവിടെന്ന് വെച്ചാ പോട്ടെ. നമുക്ക് ആസിഫിന്റെ വീട്ടിൽ പോവാം. ഐസ, പ്രേമോ മുഹബത്ത് എന്നെല്ലാം പറഞ്ഞാൽ ഞമ്മക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊരു ക്രിസ്ത്യാനി പെണ്ണാണ്. എന്തോരം മൊഞ്ചത്തിമാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അളയാ, മഹല്ല് കമ്മിറ്റിക്കാരും നാട്ടുകാരും അറിഞ്ഞ എല്ലാവർക്കും തലയിൽ മുണ്ടിട്ട് കിടക്കാം. ഇത് സംഗതി ഇടങ്ങാറാണ്, നിങ്ങൾ സൂക്ഷിച്ചോളി. അളിയാ, അത് ആ കുന്ത്രണ്ടല്ലേ അത്. ഹലോ. അൽഹംദുലില്ലാ, പഠിച്ചോ നല്ല ബുദ്ധി തോന്നിപ്പിച്ചല്ലോ. അത് വേണ്ട, പൊന്നാനിയിലോ എൻ്റെ കുഞ്ഞുപ്പൻ്റെ വീടുണ്ട്. ഓനറിയാ. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി. നമ്മളിപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങാം. ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ.